ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പ്രീതാസായി പാലക്കാടാണ്. അതും ഈ പറഞ്ഞ പോലെ നല്ല ഒരു വിഷയം. ഏകാദശ സ്കന്ധം 14-ാമത്തെ ധ്യാനം. എന്തായാലും ഭഗവാൻ വളരെ ഒരു കാരുണ്യവാനാണ് ശരിക്കും. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഈ ഏകാദശം ഒന്നും സപ്താഹത്തിലൊന്നും പറയാൻ സാധിക്കാറേ പതിവില്ല. അപ്പോഴത്തേക്കും നമുക്ക് ഓടി തീർന്നു. 10 മണി 11 മണി ആകുമ്പോഴത്തേക്കും 12-ാം അധ്യായം വായിക്കണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേക്കും ഒന്നുമില്ല. അപ്പൊ നമുക്ക് എന്തോ ഒരു കാരുണ്യം. ഈ വർഷം ഏകാദശ സ്കന്ധം തന്നെയാണ് ഭഗവാൻ ഓരോന്നും എടുത്തു തന്നിരിക്കുന്നത്. ഇപ്പൊ ഇതാ കഴിഞ്ഞ ദിവസം നമ്മൾ 15 കേട്ടു. ഇനി ആ 15 മുമ്പിലുള്ള ധ്യാനത്തെക്കുറിച്ച് ചോദിക്കുമ്പം ഉദ്ധവന് ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് പ്രീതാസായി അമ്മയിൽ നിന്ന് കേൾക്കാം. നമുക്കൊക്കെ നിത്യം അല്ലെ എല്ലാ സത്സംഗങ്ങളുള്ളപ്പോഴും ഒക്കെ കീർത്തനങ്ങൾ പാടി നമ്മളെ ആനന്ദിപ്പിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് നാരായണീയമായിട്ടും ഭാഗവതമായിട്ടൊക്കെ കുറച്ചു കാലം ഔദ്യോഗിക ജീവിതം കഴിഞ്ഞതോടെന്നുള്ളതല്ല, അതിനോടനുബന്ധിച്ച് ഈ ഒരു ഔദ്യോഗിക ജീവിതം ഏറ്റെടുത്തു, ഭാഗവത ഔദ്യോഗം. ഇങ്ങനെ അത് എന്താണ് സ്നേഹിച്ച് പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം ആ ഒരു ഭാവം നമുക്കൊക്കെ ഈ ബന്ധം കൊണ്ട് അറിയാൻ സാധിക്കുമല്ലോ. നേരത്തെ പറഞ്ഞ പോലെ മഹത്തുക്കളുമായിട്ടൊക്കെ നമ്മൾ അടുത്തത് കൂടുമ്പോൾ ഉണ്ടാകുന്ന വികാരം. അപ്പം അത് വെച്ച് നോക്കുമ്പം അത്ര കണ്ട് എന്താണ് ആ ഭാഗവത്തെ സ്നേഹിക്കുന്ന അമ്മ. വായിക്കാനും പാട്ട് പാടാനും ഒക്കെ ഭയങ്കര മോഹം, ഇഷ്ടം. അത് എന്തുകൊണ്ടാണ് ഇഷ്ടം വരുന്നത്? ആനന്ദിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഇപ്പൊ മുമ്പ് വെച്ച് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുക. ഒരു കീർത്തനം പാടുമ്പോൾ പോലും അത് ഉൾക്കൊണ്ടാ പാടുന്നത്. ഞാൻ കണ്ടിട്ട് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അത് മാറുമെന്ന് അറിയത്തില്ല പറഞ്ഞുകൊണ്ട്, നീ ശ്രദ്ധിക്കുമോ എന്ന് മേടിച്ചുകൊണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ അതിലേക്ക് ആസ്വദിച്ച് ചെയ്യുന്ന അമ്മയാണ്. നമുക്ക് അമ്മയെ ഇതിലേക്ക് ഈ വാക്കുകളിലേക്ക് നമുക്ക് ക്ഷണിക്കാം. എല്ലാ ആചാര്യ മര്യാദകളോടും കൂടി പ്രീതേച്ചിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഈ സത്സംഗത്തിന്റെ സായാഹ്നത്തിലെ അവസാനത്തെ പ്രഭാഷണത്തിനായിട്ട് സുസ്വാഗതം ചെയ്യുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുഭ്യോ നമഃ. ഗജാസ്യം ഗിരിജാപുത്രം വൃഷാങ്കതനയം വിഭും വന്ദേ സർവസുരാരാധ്യം വിഘ്നേശം സർവകാമദം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി. വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കൻ ഉള്ളത്തിൽ ഒന്നു വിളയാടു സരസ്വതീ നീ. അഖിലാൻ അപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. കഥാമയീം ഭാഗവതാഭിധാനാം ഹരേ തനും തൈ ചരിതൈ ത്വദീയൈ യഥാമതി ത്വത്പരിതോഷകാമസ്തൗമി. പ്രസീദാച്യുത മാരുതേശ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഗുരുക്കന്മാരുടെയും സുഹൃതികളുടെയും അതേപോലെ തന്നെ ആചാര്യന്റെ അച്ഛന്റെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ പറയാം. ഇപ്പോഴാ നമ്മൾ നല്ലൊരു ആചാര്യന്റെ തന്നെ പ്രഭാഷണം നല്ല രീതിയിൽ കേട്ടു. ഏകാദശ ഈ പറയണ പോലെയാണ്. നമുക്ക് സപ്താഹത്തിനൊക്കെ പോയാലും ഏകാദശോ അല്ലെങ്കിൽ ദ്വാദശോ ഒന്നും നമുക്ക് കേൾക്കാനുള്ള ഒരു അല്ലെങ്കിൽ ആചാര്യന്മാർക്ക് പറയാനുള്ള ഇതുണ്ടാവാറില്ല. പക്ഷെ നമ്മുടെ ഈ ഒരു സത്സംഗത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സപ്താഹത്തിലൂടെ നമുക്കത് സാധിച്ചു വരുന്നു. അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എനിക്ക്. ഞാനിത് എന്താ പറയുക, എവിടുന്നൊക്കെയോ കിട്ടിയതും ഈ ബുക്കിൽ നിന്നാണെങ്കിലും പല ബുക്കുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട് പറയുകയാണ്. എനിക്ക് എത്രത്തോളം പറയാൻ കിട്ടുന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഇന്നിവിടെ നമ്മൾ സ്മരിക്കുന്നത് ഏകാദശം 14 ഇത് ഭഗവാൻ ഉദ്ധവന് ഭക്തിയോഗത്തെ പറ്റിയാണ്
ഉപദേശിച്ച് കൊടുക്കുന്നത്. ഉദ്ധവനോടായിട്ടുള്ള ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു വരിക തന്നെയാണ്. അപ്പൊ ഉദ്ധവൻ ഭക്തിയോഗത്തെ പറ്റി ചോദിക്കുകയാണ്. ഭാഗവതത്തിലെ ഓരോ വിഷയങ്ങളും നമുക്കറിയാം ഓരോരോ സംവാദ രൂപത്തിലാണ് നമ്മളിലേക്ക് ഒരു ജീവിതത്തിൽ പകർത്തുന്നതിനായിട്ടാണ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഭാഗവതത്തില് പരീക്ഷത്തിനാണെങ്കിലും മറ്റേ ഓരോ ഇതിന്റെ സംശയങ്ങൾ ചോദിക്കണത്. അപ്പൊ ഉദ്ധവന് ഇതിനെപ്പറ്റി അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഉദ്ധവനാണ് ഏറ്റവും വലിയ ഭക്തൻ തന്നെ നമ്മുടെ ഭഗവാൻ തന്നെ പറയുന്നു. അപ്പൊ അങ്ങനെ ഇരുമ്പോ ഉദ്ധവന് ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല, നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ ഉദ്ധവന് ഒരു ചെറിയ സംശയം എന്താണെന്ന് വെച്ചാല്, ഭഗവാന് ഈ വേദങ്ങളുടെ താല്പര്യമാണല്ലോ സാധാരണ ധർമ്മത്തിനുള്ള അനുഷ്ഠാനം. അതിൽ കൂടെ പ്രതിപാദിക്കുന്ന സമയത്ത് ശ്രേയസ് എന്ന ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കാണാം ബഹൂനി ബ്രഹ്മവാദിന എന്ന്. അപ്പൊ വേദം അറിയുന്നവര് ധാരാളം ഉണ്ട്. ശ്രേയസിനെ പറ്റി അനവധി തരത്തിലാണ് പറയുന്നത്. എല്ലാറ്റിലും പ്രധാനം വേദാണെങ്കിലും പ്രത്യേകം ആയിട്ട് അതിൽ ഓരോന്നും ഓരോരുത്തരും അവരുടെ യുക്തിക്കനുസരിച്ച് പറയുന്നു. അത് അവരുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, അല്ലാന്ന് പറയാൻ പറ്റില്ല. എന്നാൽ അതിൽ ഏറ്റവും ശ്രേയസ്സായിട്ടുള്ളത് ഏതാണ്? അപ്പൊ ഭഗവാന്റെ തലത്തില് ഈ ഒരു ചോദ്യം ഭാഗവതത്തിന്റെ ആദ്യത്തില് ശൗനകാദി മഹർഷിമാരും ചോദിച്ചിട്ടുണ്ട്. പുംസാം ഏകാന്തത ശ്രേയ തന്ന ശംസിതു മർഹസി. ഇവിടെ ഈ ഭക്തിയോഗത്തിൽ പറയണതും ഇത് തന്നെയാണ്. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ച യഥഹൈതുകം. ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടിയ ഭഗവാൻ വാസുദേവനിൽ പരമമായ ഭക്തി നമുക്ക് ഉറയ്ക്കണം. അപ്പോൾ നമുക്ക് അന്യ വിഷയങ്ങളിലുള്ള താല്പര്യമൊക്കെ കുറഞ്ഞ് എല്ലാത്തിൽ നിന്നും വിരക്തിയായി അന്ധകരണം പരിശുദ്ധിയാവുകയും അതിലൂടെ നമുക്ക് ആത്മജ്ഞാനവും ഉണ്ടാവണം. ഉദ്ധവൻ ചോദിക്കാണ്, ഭവതോദാഹൃത സ്വാമിൻ ഭക്തിയോഗോനപേക്ഷിത. സർവ ബന്ധങ്ങൾ അല്ലെങ്കിൽ സർവസംഘത്തെയും ത്യജിച്ച് അപേക്ഷ കൂടാതെ ഭക്തിയോഗത്തെ അനുഷ്ഠിക്കണമെന്ന് അങ്ങ് പല വിധത്തിൽ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അത് അങ്ങയുടെ വാക്കിൽ കൂടി ഒരിക്കൽ കൂടെ കേൾക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ് എന്നാണ് ഉദ്ധവൻ ആവശ്യപ്പെടുന്നത്. അപ്പൊ ഭഗവാൻ പറയണു, കാലേന നഷ്ടാ പ്രളയേ വാണീയം വേദസജ്ഞിത മയാദൗ ബ്രഹ്മണേ പ്രോക്ത ധർമ്മോ യസ്യാം മദാത്മക. വേദങ്ങളിൽ പറയുന്നതായിട്ടുള്ള ഈശ്വരൻ ഭഗവാൻ പറയണ കേട്ടോ, ഈശ്വരൻ ഞാൻ തന്നെയാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, അതിൽ കൂടുതലൊന്നുമില്ല. വേദവാക്യങ്ങൾ അത് തന്നെയാണ്. വേദത്തിൽ പറയുന്നത് ആത്മസ്വരൂപമായി കണ്ട് ദൃഢമായി ഭഗവാനിൽ ഉറപ്പിക്കണം എന്നാണ്. അത് തന്നെയാണ് ഭക്തിയോഗം. ഈ നമ്മുടെ ഭാഗവതത്തിൽ പറയുന്ന ഈ ഭാഗവത ധർമ്മവും ഇത് തന്നെയാണ്. പണ്ട് പ്രളയത്തില് വേദങ്ങൾ നഷ്ടപ്പെട്ട സമയത്ത് അത് ഞാൻ ബ്രഹ്മാവിന് വീണ്ടെടുത്തു കൊടുത്തു. ആദ്യം സങ്കല്പശക്തിയിലൂടെ ബ്രഹ്മാവിന് ഭക്തിയോഗം ഉപദേശിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ പുത്രനായ സ്വയംഭുവ മനുവിൽ നിന്ന് ഭൃഗു, മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, ക്രതു എന്നീ സപ്തർഷികൾ ഗ്രഹിച്ചു. അവർ ബ്രഹ്മം അതായത് വേദത്തെ അറിഞ്ഞ് അവര് ബ്രഹ്മർഷിമാരായി തീർന്നു. അവരിൽ നിന്ന് പുത്രന്മാരായ ദേവന്മാര്, ദാനവര്, ഗുഹ്യകന്മാർ, മനുഷ്യർ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ എന്നിവർ പഠിച്ചു. പാരമ്പര്യമനുസരിച്ച് പിന്നെ അത് കുറെ പേർക്ക് പകർന്നു കിട്ടി. ഓരോന്നും വേദത്തെ സത്വം, രജസ്, തമസ്, നമുക്ക് 3 ത്രിഗുണങ്ങളാണ് നമുക്കുള്ളത്, 3 എണ്ണം. സത്വം, രജസ്, തമസ്. ഈ ഗുണത്തിന്റെ അനുസരിച്ച് അത് വ്യത്യസ്തമായിട്ടാണ് വേദത്തെ കണ്ടത്.
ബ്രാഹ്മണർ സ്വാത്വികമായിട്ട് കണ്ടു, ക്ഷത്രിയന്മാര് രാജസായിട്ട് കണ്ടു, താമസന്മാര് താമസമായിട്ടും പല വിധത്തിലെടുത്തു. അപ്പൊ പറയണു ഏവം പ്രകൃതി വൈചിത്ര്യാദഭി ഏവം പ്രകൃതി വൈചിത്ര്യാദ്ഭിദ്യതേ മതയോ നൃണാം പാരമ്പര്യേണ കേഷാഞ്ചിത് പാഖണ്ഡമതയോ പരീ. പ്രകൃതി വാസനകൾക്ക് അനുസരിച്ച് ഏകമായിരുന്ന വേദം അനേകമായിട്ട് പരിണമിച്ചു. ചിലർ ഇതിലൊന്നും വിശ്വസിക്കാതെ അതിനെയൊക്കെ വിരോധി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. അവരെ പാഖണ്ഡന്മാരാണ് എന്നാണ് പറയുക. ഇതിനെല്ലാം തന്നെ കാരണം എന്താണെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതെല്ലാം മായയാണ്, എന്റെ മായ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. മായയാണ് സർവവും. അവർ ഓരോരുത്തരും ശ്രേയസിനെ പലതായി വ്യാഖ്യാനിച്ചു എന്നുണ്ടെങ്കിലും ഭഗവാന്റെ മായ ശരിക്കും എല്ലാവരെയും മയക്കുന്ന തരത്തിലാണ്. അതില് സ്വർഗപ്രാപ്തി ഉള്ള യാഗം ചെയ്യുന്നതാണ് ധർമ്മമാണ്, യാഗം ചെയ്യുന്ന ധർമ്മമാണ് ശ്രേയസ് എന്ന് കർമ്മഠന്മാർ പറയുന്നു. ചിലര് യശസ്സാണ് ശ്രേയസ് എന്ന് പറയുന്നു. കവികൾ കീർത്തിയാണ് ശ്രേയസ് എന്ന് പറയുന്നു. ആഗ്രഹപൂർത്തീകരണമാണ് എന്ന് വാത്സ്യായനൻ പറയുന്നു. ചിലര് സത്യം, ശമം, ദമം എന്നിവയിൽ നിന്നുണ്ടായ ഐശ്വര്യമാണെന്ന് യോഗികള്, ത്യാഗമാണെന്ന് വിരക്തന്മാർ, ഇങ്ങനെ പല വിധത്തിൽ പറഞ്ഞു വരുന്നു. എന്നാൽ എന്നിൽ അർപ്പിക്കുന്ന ഏകാന്ത ഭക്തിയാണ് യഥാർത്ഥത്തിൽ പരമ ശ്രേയസ്സായിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. മയ്യർപ്പിതാത്മനസഭ്യ നിരപേക്ഷസ്യ സർവദാ മയാത്മനാ സുഖം യത്തത് കുതസ്യാദ് വിഷയാത്മനാ. മറ്റെല്ലാ ബന്ധവും, മറ്റെല്ലാം നമുക്ക് പലരോടും പലതരത്തിലും നമുക്ക് ഇഷ്ടം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, പല വിധത്തിലാണ്. അപ്പൊ ഓരോ ബന്ധങ്ങൾ വരുന്നതും അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനോ അങ്ങനെയൊന്നും കഴിയണമില്ല. അതൊക്കെ തന്നെയാണ് ഈ മായ. അപ്പൊ മറ്റെല്ലാ സ്നേഹവും ഉപേക്ഷിച്ച് എന്നെ മാത്രം ആശ്രയിച്ചിട്ടുള്ള സത്തുക്കളായിട്ടുള്ള അവർക്ക് യാതൊന്നും ആവശ്യമില്ല. തന്നിൽ പ്രകാശിക്കുന്ന ആത്മാവ് തന്നെയാണ് ഭഗവാൻ എന്ന് അവർ അറിയുന്നു. വിഷയസുഖം ആഗ്രഹിക്കുന്നവർക്ക് ഇത് വല്ലതും അറിയാൻ പറ്റുമോ? അവർക്ക് എങ്ങനെയാണ് യഥാർത്ഥ സുഖം ലഭിക്കുക? അവർക്ക് അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ ഭഗവാൻ പറയുന്നു, ഭഗവാന്റെ ഭക്തർ അല്ലെങ്കിൽ എൻ്റെ ഭക്തര് യാതൊരു പദവി ആഗ്രഹിക്കുന്നില്ല. പദവിയോ ഏത് പദവി വേണമെങ്കിൽ എനിക്ക് വേണോന്ന് ചോദിച്ചാൽ ആ ഭക്തൻ പറയും എനിക്ക് വേണ്ട, ആഗ്രഹം അതൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല. അതേ നമ്മൾ ഈ പ്രഹ്ലാദന്റെ ഇതിൽ എല്ലാത്തിലും നമുക്ക് ഓരോരോ ഭാഗവതത്തിൽ പറയുന്ന ഓരോ ഇത് വരുമ്പോഴും നമുക്കത് അറിയാൻ സാധിക്കും. അങ്ങനെ ഉറച്ച ഭക്തിയുള്ള ഒരാളെ ഭഗവാൻ പറയണേ ഞാൻ കാണുന്നത് അങ്ങേ തന്നെയാണെന്ന്. അപ്പോ ഉദ്ധവൻ അങ്ങേ പോലെ ഭക്തിയെ ഉദാഹരിക്കാൻ പറ്റിയ ഒരാൾ അങ്ങല്ലാതെ വേറൊരാളില്ല എന്നാണ് ഭഗവാൻ പറയണത്. ന തഥാ മേ പ്രിയതമ ആത്മയോനിർന ശങ്കര നച സംഘർഷണോ ന ശ്രീർനൈവാത്മച യഥാ ഭവാൻ. അങ്ങയോട് എനിക്ക് എത്രയും സ്നേഹമുണ്ടോ അത്രയും സ്നേഹം പുത്രനായ ബ്രഹ്മാവിനോടോ പൗത്രനായ പരമേശ്വരനോടോ ജ്യേഷ്ഠനായ ബലഭദ്രനോടോ ഭാര്യയായ ലക്ഷ്മി ദേവിയോടോ എൻ്റെ തന്നെ മൂർത്തിയോടോ ഇല്ല. ഇവരെക്കാളൊക്കെ എനിക്ക് ഏറെ പ്രിയമായിട്ടുള്ളത് അങ്ങേ തന്നെയാണ്. അപ്പൊ എന്താ പറയണ, ഒന്നിലും അപേക്ഷയില്ലാതെ പിന്നെ മൗനികള് നമ്മൾ മുനിമാരാണ്. അവര് സ്വീകരിച്ച് മുനിയായിട്ടിരിക്കുന്നു, ശാന്തചിത്തന്മാരായിട്ട് ആരോടും വൈരാഗ്യ ബുദ്ധി ഇല്ലാതെ സമദർശനത്തോടെ വീക്ഷിക്കുന്നു. അപ്പൊ ഭഗവാൻ തന്നെ പറയണു എൻ്റെ ഭക്തന്റെ പിന്നാലെയാണ് ഞാൻ എപ്പോഴും എന്നാ പറയണ. അവരുടെ പാദത്തിലെ പൊടിയാൽ ഞാൻ പരിശുദ്ധനാക്കപ്പെടും എന്നും വിചാരിക്കുകയാണത്ര. അപ്പൊ അത്രയും ഭക്തരോടുള്ള എന്താ വെച്ചാൽ ഭഗവാന് എന്തെങ്കിലും പറഞ്ഞു വെച്ചാലും ഭഗവാൻ ക്ഷമിക്കും. പക്ഷെ ഭഗവാന്റെ ഭക്തരെ ആരെങ്കിലും ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്താണെങ്കിലും അത് ഭഗവാൻ ക്ഷമിക്കില്ല. അപ്പൊ അതിനൊരു പിന്നെ ഇതുണ്ട് നമ്മുടെ ഭാഗവതത്തിൽ തന്നെ ഏറ്റവും ആർക്കാണ് ഭഗവാനോടുള്ള ആ സ്നേഹത്തിന്റെ ഭാഷയെ പറയുമ്പോ അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഭക്തി ഗോപികൾക്കാണ് പറയും.
ഏറ്റവും ഉള്ളത് രാധയ്ക്ക് അങ്ങനെ ആ ഗോപികളുടെ നമ്മളെ ആ കഥയൊക്കെ നമ്മൾ ദയാസക്രിയുടെ എല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിലത്തെ കഥകളും കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഞാനിങ്ങനെ ചെറിയ എന്റെ കുട്ടിക്കാലത്ത് ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു കീർത്തന ഉണ്ട്, കാൽപ്പൊടി പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. അത് എല്ലാം കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല, എന്നാൽ അതിൽ ഒരു 2 വാക്ക് എനിക്ക് പറയാൻ തോന്നുകയാണ്. നാരദൻ ഈ ഗോപികമാരെ കാണാൻ വരികയാണ് ഒരു ദിവസം. അപ്പൊ നാരദൻ വന്നപ്പോ എന്താ അങ്ങ് വന്നത് എന്നൊക്കെ ഗോപികമാര് ചോദിക്കുകയാണ്. അപ്പൊ അവിടെ രാധ ചോദിക്കുകയാണ്. രാധ ചോദിച്ചു നാരദ മാമുനി, മാധവന്നു സുഖമല്ലി ചൊല്ലുക. പിന്നെ എന്നിട്ട് ഇങ്ങനെ ഭഗവാന്റെ മാധവന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. എന്നിട്ട് ചോദിക്കാണ്, രാവിലാരണ്ടു തൂമലർ മെത്തയാ കേവലനു വിരിച്ചു കൊടുക്കുവാൻ, രാധ തീർത്തൊരു മെത്തയിലല്ലാതെ മാധവൻ സുഖമായിട്ടുറങ്ങുമോ. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എല്ലാം ചോദിച്ചിട്ട് അവസാനം നാരദൻ പറഞ്ഞു, നാരദൻ ഞാൻ എന്താണ് വന്ന ഉദ്ദേശം പറയുകയാണ്, ഭഗവാന് ഒരു വിട്ടുമാറാത്ത തലവേദന ഉണ്ടായി എന്ന്. അപ്പൊ ആ തലവേദനയ്ക്ക് ഒരുവിധം എല്ലാ വൈദ്യന്മാരും വന്ന് നോക്കി, അതൊന്നും മാറുന്നില്ല. അവസാനം ഒരു ലാടവൈദ്യൻ, അന്നൊക്കെ ലാടവൈദ്യന്മാരാണല്ലോ, അപ്പൊ അവര് വന്ന് പറഞ്ഞു, ഓ ഈ അസുഖമൊക്കെ നമുക്ക് മാറ്റിത്തരാം, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതെന്താണ് ആ മരുന്ന് എന്താണെങ്കിലും നമുക്ക് സംഘടിപ്പിച്ച് ഭഗവാന്റെ അസുഖം മാറ്റണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോ അപ്പൊ അദ്ദേഹം പറയാണ്, ലാടൻ പറഞ്ഞു, ഭഗവാനോട് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരാളുടെ കാൽപ്പൊടി എടുത്തിട്ട് അത് വെണ്ണയിൽ ചാലിച്ചിട്ട് ഭഗവാന്റെ നെറ്റിയിൽ പുരട്ടാൻ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ ഈ വേദനകൾ അല്ലെങ്കിൽ ഇതൊക്കെ ഈ ദണ്ണൊക്കെ മാറിക്കോളുന്നു പറഞ്ഞു. എന്നിട്ട് നാരദൻ, ഓ ഇതോ എന്താ ഭക്തരുടെ കാൽപ്പൊടിയോ, അപ്പൊ ഇതിപ്പോ എങ്ങനെ കിട്ടുക? അപ്പൊ അതിങ്ങനെ അന്വേഷിച്ച് എല്ലാവരോടും ചോദിച്ചു, പത്നിമാരോടൊക്കെ ചോദിച്ചു. അതൊക്കെ ഇങ്ങനെ കീർത്തനത്തിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ നല്ല രസമാണ്. നല്ല രസം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ കൂടെ ആ വരികളിലൂടെ പോവും. അപ്പൊ അവരോടൊക്കെ ചോദിച്ചു. അപ്പൊ ബ്രഹ്മരുക്മിമാരോട് ചോദിച്ചു. ഇവർക്കൊന്നും, അയ്യോ ഇത് ഭഗവാന്റെ നെറ്റിയിൽ പരട്ടാനോ, ഞങ്ങൾ ചവിട്ടിയ പൊടിയും കൊണ്ടോ, ഏയ് അത് ശരിയാവില്ല, നാരദ ഭയമൊക്കെ വന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് അവര് കൊടുത്തില്ല. അപ്പൊ ആ സമയത്ത് ഇതൊക്കെ പറഞ്ഞപ്പോ രാധ പറയാണ്, അത് പറയണത് ഒരിക്കലും ശരിയല്ല, ആ കാൽപ്പൊടി ഞങ്ങൾ തരാം എന്നും പറഞ്ഞിട്ട് പിന്നെ രാധയും ഗോപികമാര് എല്ലാരും കൂടി അവിടെ കിടന്ന് അവിടെ ഒക്കെ നടന്ന ആ പൊടിയൊക്കെ വാരി കെട്ടി വേഗം കൊടുത്ത് നാരദനോട് പറഞ്ഞത്, വേഗം കൊണ്ടു കൊടുക്കൂ, എന്റെ ഭഗവാൻ അല്ലെങ്കിൽ എന്റെ കൃഷ്ണന് അല്ലെങ്കിൽ ഞങ്ങളുടെ കൃഷ്ണന് അസുഖമൊക്കെ വേഗം മാറട്ടെ. ഇത് കണ്ടതോടുകൂടി നാരദന് മനസ്സിലായി നമ്മുടെ ഒന്നും ഭക്തി ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഒന്നും അല്ലാന്ന് മനസ്സിലായപ്പോ നാരദൻ തന്നെ ഈ കാൽപ്പൊടി ശരിക്കും ശിരസാ വഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ കീർത്തന അവസാനിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ കാൽപ്പൊടിയുടെ പിന്നാലെ ആണ് ആ കാൽപ്പൊടി ഭഗവാൻ വരെ ശിരസില് ധരിക്കണു. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ പൂന്താനത്തിന്റെ കഥ എടുത്താൽ അറിയാം. ഒരു സ്വർണ്ണാങ്കുലീയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്, മങ്ങാട്ടച്ഛൻ ഭഗവാൻ തന്നെയായിട്ട് വന്നിട്ട് അതും എല്ലാവർക്കും അറിയണ കഥയാണ്, അതുകൊണ്ട് ഞാൻ വിവരിക്കണില്ല. എന്നിട്ട് ഭഗവാൻ അവസാനം ഈ പൂന്താനം പിറ്റേ ദിവസം ഗുരുവായൂരെത്തി. ഈ കള്ളന്മാര് വന്ന് തട്ടിപ്പറിക്കാൻ നോക്കുമ്പോ അവസാനം ഈ മങ്ങാട്ടച്ഛൻ വന്നിട്ട് രക്ഷിക്കുകയാണ് ആ സാമൂതിരിപ്പാടിന്റെ. എന്നിട്ട് ഗുരുവായൂർ ചെന്നപ്പോ പിറ്റേ ദിവസം പ്രസാദം കൊടുത്തപ്പോ ആ പൂവിന്റെ കൂടെ ചെറിയ ഒരു സ്വർണ്ണ അപ്പൊ അദ്ദേഹം പറയാണ്, മേശാന്തി ഇതിലൊരു സ്വർണത്തിന്റെ ഒരു ശകലം കൂടി ഉണ്ട്, ഇതെങ്ങനെയോ പെട്ടുപോയതാണ്, അത് അങ്ങത് എടുത്തോളൂ എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോ മേശാന്തി പറയണേ, എനിക്ക് ഇങ്ങനെ ഒരു സ്വപ്ന ദർശനം ഉണ്ടായി. അപ്പൊ അങ്ങനെ അതാണത്. അപ്പോഴാണ് പൂന്താനത്തിന് മനസ്സിലാവണ മങ്ങാട്ടച്ഛനായിട്ട് വന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ ശരിക്കും ഭഗവാൻ പറയുന്നത്, ഞാൻ എപ്പോഴും ഭക്തന്റെ പിന്നാലെയല്ല, ഭക്തരോടൊപ്പം തന്നെയാണ്. ചണ്ടാളനായിട്ട് പിറന്നാൽ കൂടെ ഭക്തി ഉണ്ടെങ്കിൽ അവൻ പരിശുദ്ധനാകും. ഭക്തന്മാർക്ക് എനിക്കൊന്നും വേണ്ട എന്നുള്ള ഭാവമാണ്. അവർ ഒന്നും ഭഗവാനല്ലാതെ വേറൊന്നും കിട്ടരുതേ എന്നാണ് പ്രാർത്ഥിക്കാറ്. ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് അന്യ വിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാനും സാധിക്കും. ഏകാഗ്രമായി ഇന്ദ്രിയങ്ങളെ അടക്കി ധ്യാനിക്കുവാനും സാധിക്കും. ഈ ഭക്തിയോഗത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കാപിലയത്തില് നമ്മള് മായാജിയുടെ
പ്രഭാഷണത്തിലൂടെ നമ്മൾ വിശദമായി കേട്ടിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ ഉദ്ധവൻ ചോദിക്കുകയാണ്, യഥാത്വാമരവിന്ദാക്ഷ സാദൃശം യാദൃശം വായതാത്മകം ധ്യായേൻ മുമുക്ഷുരേ തന്മേ ധ്യാനം ത്വം വക്തുമർഹസീം. അപ്പൊ അല്ലയോ അരവിന്ദാക്ഷ, മോക്ഷേച്ഛയുള്ളവ ഏത് തരത്തിലാണ് ഭഗവാനെ, ഏത് രൂപത്തില്, ഏതേത് ലക്ഷണങ്ങളോടുകൂടിയാണ് അങ്ങേ ധ്യാനിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ധ്യാന യോഗത്തെ പറ്റിയിട്ട് ഈ ദാസനായിട്ടുള്ള എന്നോട് ഉപദേശിക്കണം എന്ന് ഉദ്ധവൻ ആവശ്യപ്പെടുകയാണ്. ധ്യാന യോഗത്തെ പറ്റി ഭഗവാൻ 32 മുതൽ 44 വരെയുള്ള ശ്ലോകങ്ങളിൽ ഈ ഏകാദശത്തില് വ്യക്താക്കിയിട്ടുണ്ട്. ഉദ്ധവ, സിദ്ധാസനം, പത്മാസനം, സുഖാസനം, സ്വസ്തികാസനം, വീരാസനം മുതലായവയിൽ ഏതെങ്കിലും ഒരു യോഗാസനത്തില് നമ്മൾ ശരീരത്തെ നിശ്ചലമാക്കി നീണ്ടു നിവർന്നിരിക്കണം. കൈകളെ ചേർത്ത് മടിയിൽ വയ്ക്കുക. നാസികാഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിക്കണം. എന്നിട്ട് പ്രാണായാമം അഭ്യസിക്കണം. അപ്പൊ ഈ പ്രാണായാമം അഭ്യസിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പൂരകം, കുംഭകം, രേചകം എന്നീ രൂപത്തിലും പിന്നെ അതിനെ നേരെ വിപരീതമായിട്ട് തിരിച്ച് ഉള്ള ക്രമത്തിലും പ്രാണായാമം അഭ്യസിക്കാം. ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷ്മമായിട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന താമരനൂല് പോലെയുള്ള മൃദുലവും മണിനാദം പോലെ ഹൃദ്യവുമായ നാദത്തെ, അതായത് പ്രണവ സ്വരൂപത്തെ ഭാവന ചെയ്തുകൊണ്ട് വേണം പ്രാണായാമം ചെയ്യാൻ, അഭ്യസിക്കാൻ. ഇങ്ങനെ ദിവസത്തിൽ 3 നേരം, രാവിലെ, മധ്യാഹ്നം, സന്ധ്യ, നമ്മുടെ പ്രഭാഷണങ്ങളിൽ ഉള്ള പോലെ തന്നെ രാവിലത്തെ ഒരു പ്രഭാഷണം, മധ്യാഹ്നത്തിൽ ഒരു പ്രഭാഷണം, പിന്നെ സായാഹ്നത്തില്. ഇപ്പൊ അവസാനത്തെ എന്റെ പ്രഭാഷണ സമയം ഉണ്ടോ എന്നൊന്നും അറിയില്ല. 10 പ്രാണായാമം ചെയ്യണം എന്നാണ് പറയണത്. അങ്ങനെ 1 മാസം കൊണ്ട് നമ്മൾ പ്രാണന്റെ ചലനം അടങ്ങി മനസ്സ് ഏകദേശം നിശ്ചലായിട്ട് തീരും. തുടർന്ന് ഹൃദയത്തെ ഒരു താമരമുട്ടിന്റെ രൂപത്തില് ചിന്തിക്കുക. ആ താമരമുട്ട് മേലോട്ടുയർന്ന് വികസിച്ച് 8 ദളങ്ങളോടുകൂടിയും മിന്നിത്തിളങ്ങുന്ന കർണികയോടുകൂടിയും ധ്യാനിക്കുക. ആ കർണികയുടെ മധ്യത്തിൽ സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും ഭാവന ചെയ്ത് അഗ്നിയുടെ നടുവിൽ ഇഷ്ടദേവതാരൂപത്തിൽ ഭഗവാനായ എന്നെ ധ്യാനിക്കണം. എങ്ങനെയെന്ന് വെച്ചാല് ശ്ലോകം 38 പറയണെങ്കിൽ നല്ല ഇതായിട്ട് തോന്നിയതാണ്. സമം പ്രശാന്തം സുമുഖം ദീർഘചാരു ചതുർഭുജം സുചാരു സുന്ദരഗ്രീവം സുഖപോലം ശുചിസ്മിതം സമാനകർണ വിന്യസ്ത സ്ഫുരന്മകരകുണ്ടലം ഹേമാംബരം ഘനശ്യാമം ശ്രീവത്സ ശ്രീനികേതനം. ഒന്നിനോടൊന്ന് അനുരൂപമായിരിക്കുന്ന അവയവങ്ങളും പരിശുദ്ധവും ശാന്തവുമായ മുഖവും നീണ്ട മനോഹരമായിരിക്കുന്ന 4 കൈകളും അതിമനോഹരമായിരിക്കുന്ന കഴുത്തും മിന്നുന്ന കവിൾത്തടങ്ങളും ശുഭ്രമായ മന്ദഹാസവും കാതുകളിൽ ധരിച്ച മകരകുണ്ടലങ്ങളുടെ ശോഭയും സ്വർണ്ണ നിറമുള്ള പട്ടുടയാടയും മേഘം പോലെ കറുത്ത നിറവും ശ്രീവത്സവും ശ്രീദേവിയും ഇരുവശങ്ങളിലായിരിക്കുന്ന മാറിടവും ധ്യാനിക്കണം. പിന്നെ പറയണു 40 മുതൽ 42 വരെയുള്ള ശ്ലോകങ്ങളിലാണ് മറ്റേ സ്വരൂപം പറയുന്നത്. ശംഖചക്രഗദാപത്മവനമാലാ വിഭൂഷിതം നൂപുരൈർവിലസത്പാദം കൗസ്തുഭ പ്രഭയായുധം ദ്യുമത്കിരീട കടക കടിസൂത്രാംഗദായുധം സർവാംഗസുന്ദരം ഹൃദ്യം പ്രസാദ സുമുഖേക്ഷണം സുകുമാരമഭിധ്യായേ സർവാംഗേഷു മനോദദത് ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യോ മനസ്സാകൃഷ്യ തന്മനം. അതെങ്ങനെ വെച്ചാൽ ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച 4 തൃക്കൈകളോട് കൂടിയാണ്. മാറിൽ വനമാലയും കൗസ്തുഭരത്നവും ശോഭിക്കണു. പുഞ്ചിരിയാലെ കാരുണ്യത്തിന്റെ കടാക്ഷത്താലും ശോഭിക്കുന്ന മുഖാര വിന്ദാണ് അദ്ദേഹത്തിന്റെ. അത് അത്യന്ത സുന്ദരവുമാണ്. അപ്പൊ ഭഗവാന്റെ രൂപത്തെയും മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്നും രൂപത്തെ ധ്യാനിച്ച് മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്നും പിൻവലിച്ച്
ഒരു സാരഥിക്ക് തുല്യാണത്ര നമ്മുടെ ബുദ്ധി. എന്താന്ന് വെച്ചാൽ അതിനെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ധീരത വേണം. അങ്ങനെ ധീരനായി എന്നിൽ തന്നെ ഉറപ്പിക്കണം. നമ്മുടെയെല്ലാം മനസ്സ് കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ഓടുന്ന മനസ്സാണ്. അതിനെ പിടിച്ചു കെട്ടാൻ നല്ല പാടാ. അപ്പൊ മനസ്സിനെ ബുദ്ധി കൊണ്ട് വേണം നിയന്ത്രിക്കാൻ. ഭഗവാനിൽ തന്നെ ഉറപ്പിക്കണം എന്ന് പറയണം. പിന്നെ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാതെ ഈ അദ്ദേഹത്തിന്റെ ഭഗവാന്റെ മന്ദഹാസം പൊഴിക്കുന്ന, എപ്പോഴും ചിരിച്ചോണ്ടാണ് ഭഗവാന്റെ. ഇപ്പൊ നമുക്ക് പല പ്രതിമകളും പല സ്ഥലത്തുനിന്നും കിട്ടുന്നുണ്ട്. എന്നാലും നമുക്ക് ഏതു മുഖം കണ്ടാലും നമുക്ക് ആ ചിരിച്ച ഒരു മുഖം അല്ലാണ്ട് നമുക്ക് കാണാറില്ല. ആ മുഖം നമ്മൾ ധ്യാനിക്കണം. അങ്ങനെ കാതിനെ ശബ്ദത്തിൽ നിന്നും, ത്വക്കിനെ സ്പർശത്തിൽ നിന്നും, കണ്ണിനെ മറ്റുള്ള രൂപത്തിൽ നിന്നും, നാവിനെ സ്വാദിൽ നിന്നും, മൂക്കിനെ ഗന്ധത്തിൽ നിന്നും പിൻവലിച്ച് മനസ്സിനെ നിയന്ത്രിക്കണം. അനന്തരം ബുദ്ധി കൊണ്ട് മനസ്സ് എപ്പോഴും ഭഗവാന്റെ സ്വരൂപത്തിൽ ഉറപ്പിക്കുക. ഏകാഗ്രമായി തീർന്ന മനസ്സിനെ ഹൃദയാകാശത്തിൽ ഉറപ്പിക്കണം. ഈ ധ്യാനം കൊണ്ട് മനസ്സ് ആകാശം പോലെ നിർമ്മലവും വിശാലവും നിസ്സംഗവുമായി തീരും. പിന്നെ മനസ്സിനെ അതിനു കാരണമായ ആത്മാവിൽ ലയിപ്പിക്കണം. സർവാത്മാവും തന്നിൽ തന്നെ ആത്മസ്വരൂപേണ വിളങ്ങുന്നവനുമായ എന്നിൽ മനസ്സുറപ്പിക്കാൻ കഴിഞ്ഞാൽ തൻ്റെ ജീവിതം പരമാത്മ തത്വത്തോടെ ഏകീകരിച്ച് ഒന്നായി തീരും. എങ്ങനെ എന്നാല് ഇപ്പൊ നമ്മള് വിളക്ക് വയ്ക്കുമ്പോൾ നമ്മൾ 2 തിരികളിട്ട് കത്തുന്ന ഒരു വിളക്ക് എന്ന് വിചാരിക്കുക. ആ വിളക്കിന് ആ 2 തിരികളും നമ്മൾ ഒന്നിച്ചാക്കിയാൽ അത് ഒറ്റ നാളായിട്ട് തീരും. അതുപോലെ നമ്മുടെ ജീവനും പരമാത്മാവും ഒന്നായി തീരുന്നു. മനസ്സ് ആത്മാവിൽ ലയിക്കുന്നതോടെ ജീവഭാവവും ഇല്ലാതാവുന്നു. ഇങ്ങനെ തീവ്ര ധ്യാനം കൊണ്ട് യോഗിയുടെ മനസ്സിൽ നിന്നും നാനാത്വഭ്രമവും, കാണുന്നവൻ, കാണപ്പെടുന്ന വസ്തു, കാണുന്ന കാണൽ എന്നീ ത്രിപുടി എന്ന് പറഞ്ഞ കാര്യവും ഇല്ലാതാവുന്നു. ദ്രവ്യം, ക്രിയ, പദാർത്ഥം, പ്രവൃത്തി എന്നിങ്ങനെയുള്ള ഭേദബുദ്ധി അവസാനിക്കുമ്പോൾ എത്രയും വേഗം നിർവ്വാണം പ്രാപിക്കുന്നു. ഇത് തന്നെയാണ് മോക്ഷപ്രാപ്തിക്കുള്ള അനുഷ്ഠാനവും. ഞാൻ ഭഗവാനെ ധ്യാനിക്കുന്നു എന്ന് 3 ഭാവം ഉള്ളതിനാൽ ഞാൻ ധ്യാനിക്കുന്നു എന്ന 2 ഭാവവും ഭഗവാനിൽ ലയിച്ച് പരമസമാധിയായി തീരുന്നു. ആ ഭക്തിക്ക് ഏറ്റവും വിശേഷമായിട്ടുള്ളത് ഈ ധ്യാനയോഗം തന്നെയാണ്. ഇത് നമ്മള് എന്താ പറയാ, ഭഗവാന്റെ ഈ സ്വരൂപ ധ്യാനം നമ്മുടെ എല്ലാം ആചാര്യനായ ഈ മനുജിയുടെ തന്നെ വാക്കുകളിലൂടെ നമ്മള് ഉപാസനയിൽ കേൾക്കാറുണ്ട്. അതേപോലെ ഞാൻ അദ്ദേഹത്തിന്റെ സപ്താഹം കേൾക്കാനും സപ്താഹ വേദികളിൽ ഇങ്ങനെ ഇത് കേട്ടിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ആ സ്വരൂപ വർണ്ണന നമുക്കിങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണടച്ച് നിൽക്കാനാണ് പറയുക. അപ്പൊ ആ കണ്ണടച്ച് നിൽക്കുമ്പോൾ നമ്മൾ ആ രൂപം നമ്മുടെ മനസ്സിൽ തിളങ്ങി വരും. ആ രൂപത്തെ ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ട്. അത് ഒരിക്കലും അത് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു വേറെ തന്നെയാണ്. ആ വർണ്ണന ഏത് സമയവും നമ്മുടെ ഉള്ളിൽ തെളിയാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഞാന് ഈ പറഞ്ഞ വാക്കുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന പ്രാർത്ഥനയോടെ കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു, നീരജലോചന നിന്നോടായി. ഏതീനു മന്യനെ കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ഇപ്പൊ ഈ 14ാമത്തെ ഇതിങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഇതേപോലത്തെ ഒരു 4 ലൈൻ ഞാൻ ഒരു വെറുതെ കുത്തിക്കുറിച്ചാണോ ശരിയായിട്ടുണ്ടോന്നൊന്നും എനിക്കറിയില്ല. കൈ രണ്ടും കൂപ്പി ഞാൻ നിൻ മുന്നിൽ നിൽക്കുന്നു, എപ്പോഴും നിൻ രൂപം ദർശിക്കാനായി. ഏതീനുമെന്തി
എന്തിലും നിൻകുംഭം കാണേണം എപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സ്വതസിദ്ധമായിട്ടുള്ള ആ ഉള്ളിൽ നിന്നുള്ളൊരു ആയതുകൊണ്ട് നമുക്കൊക്കെ ആനന്ദിക്കാൻ പറ്റി. മറ്റതൊക്കെ വിട്ടാലും അല്ലെ, ഏകാദശം പോലും ഇങ്ങനെ ഭക്തിയോടുകൂടി പറയാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഭാഗ്യം. സംശയമില്ലാത്ത കാര്യമാണ്. നമുക്കൊന്നും പറ്റാത്ത, നമുക്കല്ല എനിക്ക് പറ്റാത്തൊരു കാര്യം അത്. ഭക്തി എന്ന് പറയുന്ന സംഭവം ഇല്ല. അങ്ങനെ ഏകാദശം പറയാൻ പറ്റുള്ളൂ. കാരണം അതിലേക്ക് എത്തണമെങ്കിൽ എളുപ്പമല്ല എന്ന് പറയാം. അങ്ങനെ കഥകൾ പറഞ്ഞ് ആനന്ദം, ഉള്ളിൽ ആനന്ദത്തോടുകൂടി പറയാൻ സാധിക്കണമെങ്കിൽ അത് ജന്മകോടി ഭാഗ്യം അമ്മയുടെ. സംശയമില്ല, യാതൊരു സംശയവുമില്ല. ഓരോ വാക്കുകളും പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് തട്ടുക, അത് വളരെയധികം സന്തോഷം. കാരണം നമുക്ക് ഇങ്ങനൊരു അവസരം അല്ലെ കിട്ടിയത് വലിയൊരു ഭാഗ്യം. അതിൽ ഞാൻ പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, ഈ കേമായിട്ടുള്ള പ്രഭാഷണങ്ങളൊന്നും കേൾക്കുന്നതിനേക്കാളും ചില അമ്മമാരോടും അല്ലെങ്കിൽ ചില സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ, സൗഹൃദ സംഭാഷണത്തിലൂടെ കിട്ടും നമുക്ക്. എന്തെന്നില്ലാത്ത ഒരു 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 ആർദ്രത നമുക്ക് കിട്ടും. അപ്പം അതൊക്കെയാ നമ്മളെ ശരിക്ക് എന്നും നമ്മളുടെ ജീവിതത്തിൽ കൂടെ നിർത്തുന്നത്. അതായത് വളരെയധികം സന്തോഷം ആ ഒരു ഇതിലേക്ക് എത്തിച്ചു ഓരോ പ്രഭാഷണങ്ങളും. പ്രത്യേകിച്ച് ഭാഗവത കുടുംബത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടോ സംശയം. ഭാഗവതം തന്നെ ആയിരിക്കാം, എങ്കിലും വാട്ട് എവർ മേ ബി ഓരോരുത്തരുടെ ഓരോരോ രീതികളിൽ നമുക്ക് ആനന്ദം പകരുന്നു. ഇനിയും ധാരാളം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഭാവം അല്ലെ, സ്വഭാവം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അത് തുടർന്നും അതുപോലെ തന്നെ അമ്മയ്ക്ക് പോകട്ടെ. അതിൽ നിന്ന് മാറ്റമില്ലാതെ പാട്ട് പാടുമ്പോഴും ആനന്ദിക്കാൻ പറ്റട്ടെ, വായിക്കുമ്പോഴും അതുപോലെ തന്നെ പറയുമ്പോഴൊക്കെ അതൊക്കെ സത്സംഗമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഭാഗ്യം. അതിന് ഭഗവാൻ അത് ഇനിയും അനുസ്യൂതം അത് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മൾക്ക് ഇനി ഇതിലുള്ള അവസരങ്ങളിൽ അമ്മയുടെ വാക്കുകൾ കേൾക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇനി എന്താ വേണ്ടത് നമുക്ക്? ഇനി നമുക്ക് നമ്മളുടെ